അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നത് ഇനി ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇതിന് ഇത്തരം കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തോന്നുന്നത് ഒരു ബിക്കോസ് എന്ത് റിലാക്സ്ഡ് ആയിരുന്നു ആക്ച്വലി. ഞാൻ എപ്പോഴും എൻ്റെ മാനേജർ അജയ് അടുത്ത് പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ജോഷി സാറാണ്, ഇങ്ങനെ ഒരു ഐവിശേഷിയാണ്. കാരണം എനിക്ക് അവരൊക്കെ ഓർമ്മ വന്നു, നിങ്ങൾ കാരണം അവരുടെ പടത്തിലൊക്കെ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം ചോദിക്കട്ടെ, എൻ്റെ ആ സാധനം ഉണ്ടോ കോമഡി? പിന്നെ സാർ ഇത് കണ്ടു, ഞാൻ ഇത് ഈ പടം കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും, സാർ എന്തുകൊണ്ട് ഇത്ര നാൾ ഇങ്ങനത്തെ പടം ചെയ്തില്ല എന്ന് ചോദിക്കും. എന്നെ വെച്ച് എങ്ങനെ ചെയ്താൽ ശരിയാവും, എൻ്റെ കൂടെ എങ്ങനെ ആരൊക്കെ എന്ത് പറയണം, ഏത് ഡയലോഗ് ആര് പറഞ്ഞാൽ ശരിയാവും എന്നൊക്കെ എനിക്കറിയാം. ചിലത് എൻ്റെ ഡയലോഗ് തന്നെ നിങ്ങൾ വേറെ ആളെ കൊണ്ട് പറയിപ്പിച്ചതും ഒക്കെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ അതാണ് ഡയറക്ടർ. ഖദീജ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഖദീജ ഒരു പൂച്ചക്കണ്ണൊക്കെ ആയിരുന്നു, പൂച്ചയല്ല ഒരു ബ്രൗൺ ഐസൊക്കെ ആയിരുന്നു. പക്ഷെ അവൾ ഇങ്ങോട്ടില്ല, അത് വൺ സൈഡ്. അവൾ പേടിച്ചിരുന്നു. എനിക്ക് പ്രശ്നം അതല്ല, ഞാൻ എവിടെ പോയാലും ആൾക്കാർ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ഒരു പേഴ്സണൽ മൊമെന്റ് സ്പേസ് കിട്ടുന്നില്ല. അവള് ക്ലാസ്സിൽ അവളുണ്ട്, പക്ഷെ അവളുടെ അടുത്ത് പോകുമ്പോഴേക്കും കൂടെ എല്ലാവരും വരും എൻ്റെ കൂടെ. അപ്പം ആ ഒരു പ്രൈവസി കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് പോയി അവനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച് എന്തിന് ഇത്രയും ഉള്ള സീനിയർ ഞാൻ ഇതിപ്പോൾ വന്ന് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചാൽ പിന്നെ എൻ്റെ ഇത് ഗമ പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇടയ്ക്ക് സത്യം, അത് സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അതൊക്കെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ അങ്ങനെ പോയി അവനെ കെട്ടിപ്പിടിച്ചു. കാരണം ഇതുവരെ ഞാൻ ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല. ഹായ് കുമാർ. ഈ ബാഡ് ബോയ്സ് എന്നുള്ള പേര് കേട്ടപ്പോൾ സാറിന് എന്താ തോന്നി? ആദ്യം എനിക്കൊരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ബാഡ് ബോയ്സ് വെറും ബാഡ് ബോയ്സ് എന്താണ് എന്നുള്ളത്. സാറാണെങ്കിൽ പൊതുവെ എല്ലായിടത്തും ഒരു ഗുഡ് ബോയ്. അല്ലല്ല, ഞാൻ അത് ഉദ്ദേശിച്ചല്ലേ, ബാഡ് ബോയ് അത് ടൈറ്റിൽ വർക്ക്ഔട്ട് ആവോ ഇല്ലേ എന്നുള്ളൊരു പേടിയുണ്ട്. ബാഡ് ബോയ്സ് എല്ലാം നെഗറ്റീവ്. കാരണം പണ്ട് നമ്മൾ സിനിമ ഒക്കെ ചെയ്യുമ്പോൾ പപ്പേട്ടൻ പറഞ്ഞാണ്, ഈ നമ്മൾ ടൈറ്റിൽസ് ഇടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ എപ്പോഴും വേണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ആറം പിടിക്കരുത് ടൈറ്റിൽ. കൂട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് മൊത്തത്തിൽ കാണുമ്പോൾ ഇതിന്റെ ആപ്റ്റ് പേര് ബാഡ് ബോയ്സ്. അതെ, കാരണം ഇതെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് നമ്മൾ ഈ കഥ നോക്കുമ്പോൾ അതിൻ്റെ ഈ ഗ്യാങ് അവരുണ്ടാക്കിയ ഒരു പേര് അതൊക്കെ അത് എനിക്ക് തോന്നുന്നത് മിക്ക എല്ലാ സ്കൂളും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പേര് ഡേർട്ടി ഡസൻ ആയിരുന്നു. ഡേർട്ടി ഡസൻ. ഞങ്ങൾ 12 പേരായിരുന്നു ഊട്ടിയിൽ പഠിക്കുമ്പോൾ. സോ അതുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇത് ഞങ്ങളുടെ അവിടെ ഉള്ള ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു പഴയ ക്ലബ്ബാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യണത്. പിന്നെ എന്റെ മോള് ഒരു ഇത് പറയും, നല്ല സമയം എന്ന് പറഞ്ഞ ഒരു സിനിമ ഒരു OTT ഇറക്കിയിട്ട് അത് കുറെ കേസും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് നല്ല സമയം, പക്ഷെ അത് കേസ്. ഇത് ബാഡ് ഇട്ടപ്പോ അത് ഗുഡാവെന്ന് പറയുന്നത് മോള്. അല്ല, ഇപ്പൊ ഒരു ടൈമില് മലയാളി സിനിമയിൽ ഭയങ്കര സെന്റിമെന്റൽ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ആക്ച്വലി ഇതൊന്നും ഇല്ല. സാറിന് ഇപ്പൊ കുറെ നാൾക്ക് ശേഷം ഈ ഡാൻസ്, പാട്ട്, ഇങ്ങനെയൊക്കെ ഒരു മസാല ഫ്ലേവർ ഇങ്ങനെ ചെയ്ത് ഇത് സാറിന് ഓക്കെ ആയിന്ന് തോന്നിയപ്പോ മനസ്സിൽ വന്ന ഫീൽ ഉണ്ട്. കാരണം ആദ്യം എനിക്കൊരു ഭയങ്കര, കാരണം എനിക്ക് വന്ന ഫീൽ ഞാൻ പറയാം, ആദ്യം സാറിന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് ഓക്കെ ആയിന്ന് കണ്ടപ്പോ സാറിന് മൊത്തം ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനൊരു പ്രോജക്റ്റ് എൻ്റെ അടുത്ത് വരാനൊക്കെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ പറയും. ഒമറെ, സത്യം, ഒമർ എന്നേൽ എന്ത് കണ്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത്തരം കഥകൾ ആഗ്രഹമുണ്ട് ചെയ്യാൻ. നമ്മൾ സിനിമകൾ കാണാറുണ്ട്, ഇങ്ങനെ ഒരു മസാല സിനിമകളും ഒരുപാട് ഇടി, ഒരു ഹീറോക്ക് ഇങ്ങനെയുള്ള. കാരണം ഞാൻ അങ്ങനെ ഒരു ജോണറിൽ സിനിമ ചെയ്തിട്ട് ഇതുപോലെ അതൊക്കെ കേക്ക്. പക്ഷെ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഞാൻ തന്നെ ഇപ്പൊ സാറിന്റെ അടുത്ത് ഒരുപാട് തവണ വന്നിട്ടും കൺവിൻസ് ചെയ്തിട്ടാണ്. സാറിന്റെ അടുത്ത് ഡയറക്റ്റ് അല്ല, പല ഫ്രണ്ട്സ് മുഖാന്തരം വരെ കൺവിൻസ് ചെയ്തിട്ടാണ് സമ്മതിക്കുന്നത്. അജയുമായിട്ടൊക്കെ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക്. പിന്നെ നിങ്ങളിത് പറയുന്ന വിധവും നിങ്ങൾ എനിക്ക് തരുന്ന ഉറപ്പ്, ആസ് എ ഡയറക്ടർ നിങ്ങൾ ആരെയും കൂടി വന്നതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ആണ് ഈ സിനിമയിൽ വന്ന് ഒറ്റയ്ക്ക് സിനിമ ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം നമുക്ക് സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴൊക്കെ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ. അപ്പോൾ ഇന്നൊരു പുതിയ ഡയറക്ടർ വരുമ്പോൾ അയാൾ ഇന്ന വലിയ ഡയറക്ടറെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ ഇല്ലാണ്ട് തന്നെ വന്ന് 1-2 പടങ്ങൾ നിങ്ങൾ ഹിറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ ഒരു വിശ്വാസം, നിങ്ങളിപ്പോൾ കഥ പറയുന്നതിൻ്റെ ഒരു സ്റ്റൈല്, കൺവിൻസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റൈല്, ആൻഡ്
ബേസിക്കലി പിന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങിയതിൻ്റെ സമയത്തൊക്കെ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. ഇതുവരെ മറ്റേ സിനിമകളൊന്നും അഫ്കോഴ്സ് നല്ല സിനിമകളും നല്ല സഹപ്രവർത്തകരായിരുന്നു എല്ലാവരും, പക്ഷെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇവിടെ കിട്ടിയ ഒരു ജോളി അത്. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കണം ഇനി ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയ ഇതിന് ഇത്തരം കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നുന്നത്. ഒരു ബിക്കോസ് എന്ത് റിലാക്സ്ഡ് ആയിരുന്നു ആക്ച്വലി. അത് ആ റിലാക്സേഷനും ആ കംഫർട്ടും ആ ഹാപ്പിനെസ്സും അത് ഒരാൾ മാത്രമേ അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആ പടത്തിൻ്റെ ക്യാപ്റ്റൻ ഡയറക്ടർ, അയാൾ അങ്ങേര് ഞങ്ങൾക്ക് തന്ന സ്പേസ് സത്യം. അല്ലെങ്കിൽ അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡും ഭയങ്കര ദേഷ്യവും ഇല്ല ഇതിങ്ങനെ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആവും. അപ്പം ഇത് അങ്ങനെ ആയി പോകും ചില സമയങ്ങളൊക്കെ. എനിക്ക് അനുഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറെ പുതിയ കുട്ടികളൊക്കെ ഇപ്പൊ നമ്മുടെ ഫിലിമിൽ ഇപ്പോൾ സാറൊക്കെ ഇത്രയും കൊല്ല എക്സ്പീരിയൻസ് ഉള്ള സാർ അവിടെ നിന്നിട്ട് കഷ്ടപ്പെടുകയും ഇപ്പൊ ഞാൻ കുറെ പുതിയ കുട്ടികളിലേക്ക് വർക്ക് ചെയ്തു. അപ്പൊ സാറിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരുന്നുണ്ട്. പുലർച്ചെ 2 മണി 3 മണി മഴയത്താണല്ലോ അല്ല നമ്മുടെ ലാസ്റ്റത്തെ ഫൈറ്റും പരിപാടി. അപ്പൊ സാറും അതേപോലെ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിലും ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അല്ല, അത് നിങ്ങൾ തരുന്ന റെസ്പെക്ട്, നിങ്ങൾ കാണിച്ച ആ വേ ഓഫ് മേക്കിംഗ്, നിങ്ങളിൽ ഒരു പാഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സത്യം, ഐ എം നോട്ട് വെറുതെ പറയല്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് നിന്ന് അത്രയും ഇത് വന്നത്. അതാണ് ടീം വർക്ക്. എല്ലാവരും നമ്മുടെ കൂടെ പുലർച്ചെ, അതും ഈ പടം ആകെ 50 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പോസ്റ്റ് പ്രൊഡക്ഷൻ വലിയ കാര്യമാണ്. 50 ദിവസം കൊണ്ട് ഇതിന്റെ ഷൂട്ട് തീർന്നു. 60 ദിവസം കൊണ്ട് നമ്മളിപ്പോ റിലീസാണ് ഷൂട്ട് കഴിഞ്ഞിട്ട്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും നമ്മുടെ കൂടെ ഭയങ്കര അടിപൊളിയായിട്ട്. അത് അല്ല സാർ, അത് വന്നിട്ട് അത് നിങ്ങളുടെ മിടുക്കാണ് സാർ. അത് ആസ് എ ഡയറക്ടർ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെല്ലാവരും കൺട്രോൾ ചെയ്ത് പോയത്? കാരണം ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തതാണ്, വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മിക്ക സിനിമകളും ചിലപ്പോൾ 4 or 5 മാക്സിമം പോയ ഒരു 10 വെൽ നോൺ ആക്ടേഴ്സ് തന്നെ ആയിരിക്കും. ഇതിലെത്ര 40-50 ആക്ടേഴ്സ് അല്ലേ? എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം പാടെ കയറ്റി കൊണ്ടുവന്ന് നിങ്ങളതൊരു സിനിമയിൽ അല്ല, ഞാൻ എപ്പോഴും എൻ്റെ മാനേജർ അജയ് അടുത്ത് പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ജോഷി സാറാണ്, ഇങ്ങനെ ഒരു ഐവിശേഷിയാണ്. കാരണം എനിക്ക് അവരൊക്കെ ഓർമ്മ വന്നു. നിങ്ങൾ കാരണം അവരുടെ പടത്തിലൊക്കെ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ അല്ല, പക്ഷെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാരെയും സന്തോഷിപ്പിച്ച് പോകുന്നതും നമുക്ക് എത്ര അത് എന്താന്ന് വെച്ചാൽ മെയിൻ ആള് സാറ് എന്നെ കൂളാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. സാറ് എനിക്കൊരു ഹെഡേക്ക് തന്നിട്ടില്ല. ഒരാളുടെ സ്ക്രീൻ സ്പേസിനെ പറ്റിയിട്ട് സാർ എന്നോട് ചോദിച്ചിട്ടില്ല. സാറ് മാക്സിമം എല്ലാവർക്കും ഇത് ബിബിൻ ചെയ്യട്ടെ പറഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോഴാണ് നമുക്കും അതേപോലെ വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ പറഞ്ഞ, സാറ് തന്ന ഒരു ഫ്രീഡമാണ് എന്നെയും ഇത് സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ പറ്റിയത്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ആ സാധനം ഉണ്ടോ കോമഡി? പിന്നെ സാർ ഇത് കണ്ടോക്ക്. ഈ പടം കണ്ടു കഴിയുമ്പോ എല്ലാവരും ചോദിക്കും, സാർ എന്തുകൊണ്ട് ഇത്ര നാൾ ഇങ്ങനത്തെ പടം ചെയ്തില്ല എന്ന് ചോദിക്കും. ഇത് സാർ എല്ലാവർക്കും എല്ലാം പറ്റും. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും എല്ലാം പറ്റും. നമ്മള് ഉള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. ഇപ്പോ ഈ ഫിലിമിൽ ഞാൻ പറഞ്ഞു, ഫിലിമില് ഇപ്പൊ നമുക്കൊരു 40% 50% ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കവറപ്പ് ചെയ്യും. അതേസമയം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മോൻ ഒരിക്കലും ക്രിക്കറ്റിൽ വരില്ല. അവൻ അത്രയും സച്ചിനേക്കാളും ടാലന്റ് അല്ലെങ്കിൽ സച്ചിന്റെ ഈക്വൽ ടാലന്റ് വേണം. ഫിലിം എന്ന് പറഞ്ഞ ഒരു 40-50% ഉണ്ടെങ്കിൽ ആർക്കും കുറച്ച് നമ്മുടെ കൂടെ നല്ലൊരു ടീമും ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആകും. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. പിന്നെ സാറിന്റെ ഇപ്പൊ ഞാൻ എന്റെ പേര് ഫസ്റ്റ് സാറ് കേട്ട് കഴിഞ്ഞപ്പോ ഒമർ ലുലു എന്ന് പറഞ്ഞു. സാറിന്റെ പേരക്കുട്ടിയുടെ എന്റെ പേരക്കുട്ടി എന്റെ മോളുടെ പേരാണ് ലുലു. അവള് ചെല്ല പേരാണ് ചെല്ല പേര് ലുലു, ഒമർ ലുലു. അതാ ഞാൻ അറിയേണ്ടൊക്കെ നിങ്ങളെ ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ വിളിക്കൊക്കെ. കാരണം 2 ലുലു ആണ് എന്റെ കോൺടാക്റ്റിൽ, പക്ഷെ ആദ്യം നിങ്ങളുടെ പേരാണ് വരുന്നത്. സോ കോൺടാക്റ്റിൽ ഞാന് സാറിനോട് എന്താ പറയാ, സാറിന്റെ സിനിമ ഇപ്പോ പൂങ്കാറ്റിനോടും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അതാണ് ഞാനിതിൽ ലൈറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പടത്തിൽ തന്നെ. ഞാൻ സാറിന് വേറൊരു കഥ പറഞ്ഞുതരാം. അതായത് ആ പാട്ട് ഞാൻ ഒരുപാട് പാടി കൊടുത്തിട്ടുണ്ട്. ആ പൂങ്കാറ്റിനോടെന്ന് പറഞ്ഞ പാട്ട്. എവിടെ, ആർക്ക്? അത് നിങ്ങളുടെ കോളേജിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പാട്ട് നമുക്ക് വീണ്ടും ഈ പടത്തിൽ അത് സാറിനെ വെച്ചിട്ട് ചെയ്യുക, അതൊക്കെ ഒരു ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫീലുള്ള കാര്യങ്ങളായിരുന്നു. ഡയറക്ഷൻ പണി എന്നൊക്കെ പറയുന്നത് ഭയങ്കര തലവേദനയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനും പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ.
പക്ഷെ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഒരു ധൈര്യം. അതിനായിട്ട് നമുക്കൊരു ഒരു പക്ഷെ ഞാനിങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇവൻ ബിബിനാണോ സെന്തിലായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ ഡേ ആൻഡ് നൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ആർട്ടിസ്റ്റും ഓരോ പ്രശ്നങ്ങളാണ്, പലതും പല എത്ര പേരുണ്ടെങ്കിൽ ഒരു സ്ക്രീനിൽ മാനേജ് ചെയ്ത് ഇത്രയും സ്മൂത്താക്കി ഒരു പ്രശ്നം. ഞാൻ മറ്റുള്ളവർ കൂടെ വർക്ക് ചെയ്തില്ല എന്നല്ല, പലർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ചിലർ ദേഷ്യം വരും, അത് വരും, ഇത് വരും. പക്ഷെ നിങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സെറ്റിൽ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അത് എങ്ങനെ ഞങ്ങളത് മാനേജ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ഇറിറ്റേഷൻ വരും. ആസ് എ ഡയറക്ടർ ഡേ നൈൻ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ കേട്ടില്ല, അല്ലെങ്കിൽ അത് ലേറ്റായി, മറ്റേത് ലേറ്റായി, ആ ഒരു സ്ട്രെസ് നമുക്ക് വന്നിട്ടേ ഇല്ല. അത് ഭയങ്കര ഒരു സംഭവം. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തത് പുതിയ കുട്ടികളെ വെച്ചിട്ടല്ലേ, അപ്പോ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ എന്നെ സംബന്ധിച്ചിട്ടല്ല, ഞാൻ ചെയ്ത ഏറ്റവും ഈസി പടം അത്. ഈവൻ ഞാൻ ശശിയേട്ടൻ സാർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ജോഷി സാർ, അവർക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് ഷോർട്ട് ടെമ്പർ ആവും. അത് ആ ജോലിയുടെ ടെൻഷൻ കാരണം കൊണ്ടാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും 50-55 ദിവസമായിട്ട് നിങ്ങൾ അവിടെ ഒച്ചുണ്ടാക്കുന്നു. ഇവനൊരു പുതുമുഖ നടൻ വന്നിട്ട് ഞാൻ തന്നെ പറയും നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി നിന്ന് നമുക്ക് ശരിയാക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലാണ്ട് അവരെത്ര തെറ്റിച്ച് പറഞ്ഞാലും അങ്ങനെയൊക്കെ അതൊരു കഴിവ് തന്നെയാണ്. അതായത് വളരെ കൂളായിട്ട് പോകുന്നു. നേരെ മറിച്ച് ഞാനൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് എനിക്ക് എന്താ പറയുക, കുറച്ച് ഇറിറ്റേഷനൊക്കെ ആവാൻ തുടങ്ങി. ചിലർ ഡയലോഗ് തെറ്റിക്കുമ്പോഴൊക്കെ പുതുമുഖങ്ങൾ, ഞാൻ പുതിയ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ. അതെങ്ങനെയാണ് അത് നിങ്ങളത് കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളൊരു ഡോണ്ട് കെയർ രീതിയിലാണോ എന്താ എനിക്ക് മനസ്സിലാവും. അത് ഭയങ്കര സംഭവമാണ്. ഐ തിങ്ക് ഇറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ. അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മള് ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവും. പിന്നെ അത് ശരിയാണ്, നമുക്കിങ്ങനെ പറയാം. പക്ഷെ അത് കൊണ്ടു നടത്താന്ന് പറയുന്നത് സംഭവം, നമുക്കിത് ഒരാളെ അഡ്വൈസ് ചെയ്യാം. നമ്മളിങ്ങനെ ദേഷ്യം വരാൻ പാടില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. പക്ഷെ അല്ല, നമ്മൾ അല്ല നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണോ? അല്ല, ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നേക്കാളും. പക്ഷെ ഫിലിമിൽ എന്താന്ന് വെച്ചാല് നമ്മളങ്ങനെ ദേഷ്യപ്പെട്ട ഒരു സെറ്റിന്റെ മൊത്തം ആംബിയൻസ് പോകും. അപ്പോ അത് മൊത്തം അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ഥലത്ത് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റിവിറ്റി വരും. അത് നമ്മുടെ പടത്തിലും വരും എന്നൊക്കെ അങ്ങനത്തെ കുറച്ച് അന്ധവിശ്വാസം ഉണ്ട് എനിക്ക്. അപ്പൊ അത് കാരണം ഞാൻ പരമാവധി അത് അന്ധവിശ്വാസമല്ല, ദാറ്റ് ഈസ് എ ഫാക്ട്. നെഗറ്റിവിറ്റി അത് വരണ്ട, നമ്മൾ മാക്സിമം ചെയ്യിപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ എന്റെ എല്ലാ ഫിലിമിലും പുതിയ ആളുകളായ കാരണം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നത്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ അടുത്തൊക്കെ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ കോമഡിയൊക്കെ ഞാൻ ചെയ്യുമ്പോ ഞാൻ ഒരു തവണ പറഞ്ഞു തരുമ്പോഴത്തേനും സാറ് പക്കയാണ്. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ഈ സിനിമ. അത് എളുപ്പം ആക്കി തന്നതാണ്. അതൊക്കെ ഞാൻ വെറുതെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം എവിടേക്കാണ് എൻ്റെ വീക്ക്നെസ്, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇല്ലെന്നല്ല, എന്നെ വെച്ച് എങ്ങനെ ചെയ്താൽ ശരിയാവും, എൻ്റെ കൂടെ എങ്ങനെ ആരൊക്കെ എന്ത് പറയണം, ഏത് ഡയലോഗ് ആര് പറഞ്ഞാൽ ശരിയാവും എന്നൊക്കെ എനിക്കറിയാം. ചിലത് എൻ്റെ ഡയലോഗ് എന്നെ നിങ്ങൾ വേറെ ആളെ കൊണ്ട് പറയിപ്പിച്ചതും ഒക്കെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ അതാണ് ഡയറക്ടർ. റഹ്മാൻ സാർ കോളേജ് ലൈഫിൽ ബാഡ് ബോയ് ആയിരുന്നു, ഗുഡ് ബോയ് ആയിരുന്നു? എനിക്കറിയാം ബാഡ് ബോയ് ആയിരിക്കും. ഗുഡ് ബോയ്, ബാഡ് ബോയ് അങ്ങനെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ ഈ പറഞ്ഞ എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസും ഞാനുണ്ട്. ഞാൻ സ്കൂളിൽ ക്യാപ്റ്റൻ ആയിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു, ക്ലാസ് ലീഡറായിരുന്നു. ഞാൻ ഈ പറയുന്ന നാടകത്തിലൊക്കെ സ്കൂളിന് വേണ്ടി ട്രോഫികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ കോമ്പറ്റീഷൻ വരല്ലോ, എല്ലാ സ്കൂളും മത്സരിക്കുന്ന സാധനം. അങ്ങനെ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവർ കൂടെയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എന്നെ തള്ളി വിട്ടത്. ഇയാൾ നന്നായി അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു. അതല്ല, സ്കൂളിൽ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ലീഡറും ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ 12 പേരാണ്. അതിൻ്റെ പേര് ഡേർട്ടി ഡസൻ. അത് പിന്നെ ഡേർട്ടി ഡസൻ എന്ന സിനിമ കണ്ട ഹാങ് ഓവറിൽ നമ്മളങ്ങനെ ഇട്ടതാണ്. അത് ഐ തിങ്ക് 7ാം ക്ലാസ് തൊട്ട് അങ്ങനെ വന്നതാണ്, 7, 8, 9, 10 വരെ. സോ കുസൃതികളൊക്കെ അന്ന് ആ സ്കൂളിലെ ആ പ്രായത്തിലുള്ള കുസൃതികളൊക്കെ ഉള്ളൂ. ഞങ്ങൾ എന്താ മാക്സിമം ക്ലാസ് അല്ല, നമ്മൾ ബോർഡിങ് ജമ്പ് ചെയ്ത് മതിൽ ജമ്പ് ചെയ്ത് സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ വലിയ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരും. 17 വയസ്സല്ലേ ഫിലിം സാറിന്? അപ്പൊ ഈ ഫിലിമിൽ വന്നോണ്ട് സാറിന് കോളേജ് ലൈഫ് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്, മമ്പാട് കോളേജ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഭയങ്കര സ്റ്റാർ ആയിരിക്കുമല്ലോ അവിടെ. സ്റ്റാർ ആയിട്ട് കോളേജില് പഠിത്തം അതിന്റെ കൂടെ സ്റ്റാർ, മമ്പാട് കോളേജ്. സാറാണ് ലക്കി. അല്ല, കോളേജിലൊക്കെ അങ്ങനെ ഒരു സ്റ്റാർഡം കിട്ടുമ്പോ ശരിക്കും ഭയങ്കര സംഭവമല്ലേ ഇത്? ഇവിടെ മലയാള ഫിലിമിൽ വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ ശരിക്കും. കോളേജിൽ സ്റ്റാർ ആയിട്ട് പഠിക്കാൻ. അപ്പോ ഈ പിള്ളേരുകൾക്ക് അപ്പോ സാറിന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ ഉള്ള ഒരു സാറിനോടുള്ള ഒരു ഇതെങ്ങനെയായിരിക്കും, മൂഡ് എങ്ങനെയാണ്? ബിക്കോസ് ഞാനൊരു കോളേജിൽ എത്തിയപ്പം എൻ്റെ പടം റിലീസായി കഴിഞ്ഞു, കൂടെ അവിടെ അത് നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഒരു സ്റ്റാർ
പോലെയായിരുന്നു ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പോകുമ്പോഴൊക്കെ ബസ്സിൽ, മമ്പാട് കോളേജ് MES എനിക്ക് നിലമ്പൂരിൽ ബസ്സിലായിരുന്നു ഞങ്ങൾ കോളേജ് പോകുന്നത്. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. സാറ് ഏതാ പഠിച്ചിരുന്ന ഡിഗ്രി? PDC ഫസ്റ്റ്. സോ അവിടെ പോയി എൻജോയ് ചെയ്തിരുന്നു. പിന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ എന്നെ എങ്ങനെയൊക്കെയോ കയറ്റി. ഞാൻ ഇപ്പോഴും അവിടുത്തെ ഒരു ഇൻഡിപെൻഡന്റ് യൂണിയനിൽ ചേർന്ന് ഫൈൻ ആർട്സിന് മത്സരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് ലൈഫ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു ഒരു കുറ്റബോധവും പിന്നെ ആ ഒരു. പക്ഷെ ഇതും ഞാൻ എൻജോയ് ചെയ്തതുണ്ട്. ഫിലിം അത് ശരിക്കും സാറിന്റെ ഏറ്റവും നോട്ടി ടൈം ഫിലിമിലാണ് സാർ. ഇത് ഇപ്പൊ സാറിന് ഇപ്പൊ ഒരുപാട് പെൺപിള്ളേരെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാർ ഏതെങ്കിലും പെൺകുട്ടിയെ കോളേജ് പഠിക്കുമ്പോൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഖദീജ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഖദീജ ഒരു പൂച്ചക്കണ്ണൊക്കെ ആയിരുന്നു. പൂച്ചയല്ല, ഒരു ബ്രൗൺ ഐസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവൾ ഇങ്ങോട്ടില്ല, അത് വൺ സൈഡ്. അവള് പേടിച്ചിരുന്ന അത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ല. നോ അല്ല, റെസ്പോണ്ട് ചെയ്തില്ല, പേടിച്ചു പോവായിരുന്നു. അന്നൊക്കെ പിന്നെ ഇന്നത്തെ പോലെ ഫോണും ഇതൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല, സംസാരിക്കാൻ തന്നെ. പിന്നെ എനിക്ക് പ്രശ്നം അതല്ല, ഞാൻ എവിടെ പോയാലും ആൾക്കാർ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ഒരു പേഴ്സണൽ മോമെന്റ് സ്പേസ് കിട്ടുന്നില്ല. അവള് ക്ലാസ്സിൽ അവളുണ്ട്, പക്ഷെ അവളുടെ അടുത്ത് പോകുമ്പോഴേക്കും കൂടെ എല്ലാവരും വരും എൻ്റെ കൂടെ. അപ്പം ആ ഒരു പ്രൈവസി കിട്ടുന്നില്ലായിരുന്നു, അതായിരുന്നു കുഴപ്പം. സാറ് പക്ഷെ ഇപ്പോഴും ആ ഖദീജ എന്നുള്ള പേര് മറക്കാത്ത അത്ര നല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടീനെ. അതൊക്കെ ഈ പറയുന്ന ഈ പ്രായത്തില് നമുക്ക് എപ്പോഴും ഈ ആ ഒരു കുട്ടി പ്രായത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെപ്പോഴും മനസ്സിലുണ്ടാവും. ഈ സോ അത് അങ്ങനെ ചോദിച്ചു. അവള് തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട് അതിനൊരു കൊച്ചായിരുന്നു. നിലമ്പൂർ അല്ല, അവള് അരിക്കോടിറ്റാണ്. അരിക്കോട്. സാറിനോട് ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് സാറിന് ഇഷ്ടം തോന്നിയ ഒരാളാണ്? ഇങ്ങോട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സാറിനോട് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു എന്നിട്ട് സാറിനും അതേ ഒരു വൈബ് ഫീൽ ചെയ്തിട്ടുള്ള ഒരാൾ? അത് സിനിമയിലോ എവിടെയോ നമ്മുടെ ലൈഫിൽ? അല്ല, സിനിമയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കോളേജിലൊന്നും ഉണ്ടായിരുന്നു. കോളേജിലില്ല, സിനിമയുടെ പേര് പറയണ്ട. അതെ, ആ ഒരു അഫയർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും മനുഷ്യനല്ല, ആണല്ലോ, നമുക്ക് ലവ് അഫയർ ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. അതൊക്കെ ഞാൻ പറയാം, മേ ബി ഇറ്റ്സ് നൈസ്, വർക്കൗട്ട് ആവും. പക്ഷെ എന്തായാലും ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തിന്? ബാഡ് ബോയ്സ് സാറ് ഇപ്പൊ സാറിന് തീങ്ങട് 4 ക്വസ്റ്റ്യൻസ് അവരുടെ പേര് ഞാൻ പറയിച്ചു. ഇതൊന്നും സാറ് സെറ്റിൽ വെച്ചിട്ട് പറഞ്ഞില്ല കേട്ടോ, ഖദീജയുടെ കഥയൊന്നും. പക്ഷേ ഇപ്പൊ ടൈം ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ സാറ് 1980s സാറ് ഫിലിമിൽ വന്നിട്ടുള്ള റഹ്മാനെ വിളിക്കാന്ന് വിചാരിക്കും, റഹ്മാൻ സാർ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റഹ്മാൻ സാർ ആ റഹ്മാനോട് എന്ത് പറയും? നല്ലൊരു ചോദ്യമാണ്. പക്ഷെ നീ മലയാളം വിട്ട് മറ്റേ ഭാഷയിലൊന്നും പോകരുത്, മലയാളത്തിൽ തന്നെ നിൽക്കണം. യെസ്, ഇനി സാർ ഇവിടെ തന്നെ നിൽക്ക്. ലൈഫിൽ ഇതിന് ഈ കഥയിൽ നടന്ന എന്തെങ്കിലും ലൈഫായിട്ട് കണക്റ്റഡ് ആണോ, അതോ ജസ്റ്റ് ചുമ്മാ റാൻഡംലി? ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കണതാ. അല്ല, നിങ്ങൾക്ക് പേഴ്സണലി ആയിട്ട് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? എനിക്ക് പേഴ്സണലി അറിയാം. ഇപ്പൊ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു ക്ലബ്ബാണ്. പിന്നെ ഇങ്ങനത്തെ കുറെ ഈ മേക്കാട്ടുകുളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങളുടെ അവിടുത്തെ വലിയ ക്രിസ്ത്യൻ ഫാമിലി മേക്കാട്ടുകുളം. അപ്പൊ അവിടുത്തെ കുറെ ആളുകളുടെയൊക്കെ ഒരു ഫാമിലിയിലെ പല ആളുകളുടെ കുറെ സാധനങ്ങളുണ്ട്, ഫ്ലേവർ ഉണ്ട് ഇതില്. പിന്നെ കുറെ ഗുണ്ടകളുടെ ഫ്ലേവർ ഉണ്ട് ഇതില്. ഞാൻ അറിയണ കുറെ ഗുണ്ടകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കുറെ ഫ്ലേവർ ഉണ്ട് ഈ പടത്തില്. പിന്നെ ഇത് പ്രസന്റ് ആയിട്ട് നടക്കണ ഒരു സംഭവം. അപ്പൊ അതിലേക്ക് ഇങ്ങനെ കറക്റ്റ് കൊളാബ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രം. ബാഡ് ബോയ്സ് റിലീസായി ഹിറ്റായി, ജനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കും അടുത്ത ഒരു ബാഡ് ബോയ്സ് 2 അങ്ങനെയൊക്കെ. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് വല്ലതും പ്ലാൻ ഉണ്ടോ? ബാഡ് ബോയ്സ് 2 നമ്മൾ എന്തായാലും പടയ്ക്കും. അല്ല, ഞാൻ പറയാം, ബാഡ് ബോയ്സ് 2 മാത്രമല്ല, ബാഡ് ബോയ്സ് പോലെയുള്ള ജോണറിലാണോ സിനിമ പിടിക്കുക, ഇനി അത് മാറ്റി പിടിക്കുമോ? അടുത്ത എനിക്കൊരു ഒരു ആക്ഷൻ, ഒരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവി ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. ഒരു ത്രില്ലർ കം ആക്ഷൻ പരിപാടിയായിട്ട്. അതാണ് നിങ്ങളൊരു അടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അതായത് ഓരോ സീനും പ്രേക്ഷകൻ അതിൽ ഹ്യൂമർ ഒക്കെ ഉണ്ടാവോ? അതിലേക്ക് ഹ്യൂമർ അല്ല, അതില് കൂടുതലും ഒരു ത്രില്ലിംഗ് മൊമെന്റ്സ് ആയിരിക്കും. പിള്ളേർക്ക് തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള ഒരു അഡ്രിനൽ റഷ് കിട്ടുന്ന പടങ്ങളായിരിക്കും. സാറ് ഈ പറയുമ്പോൾ ഭയങ്കര, സത്യം പറഞ്ഞാലോ ഭയങ്കര തട്ടൻ്റെ ഉള്ളില്. കാരണം ഞാൻ കൊണ്ടുവന്ന ഒരുപാട് പുതിയ ആളുകളുണ്ട്. ഇവരാരും പറയാത്തതാണ് ഇത്രയും
എക്സ്പീരിയൻസും ഇത്രയും സീനിയർ ആയിട്ടുള്ള സാറ് പറയും. ഇല്ല നമുക്ക് ഭയങ്കര ഒമർ, അത് അതെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഈ സത്യം പറയല്ലേ, ഈ പടം ചെയ്യുന്നതിന് മുമ്പേ ചെറിയ ചെറിയ പാരവെക്കലുണ്ടായിരുന്നു. പാരവെക്കലോ അല്ലെ എൻ്റെ നല്ലതിന് വേണ്ടി പറയണോ എനിക്കറിയില്ല. അങ്ങനെ ചെയ്ത് ഇത് മറ്റേ റഹ്മാൻ്റെ ഇമേജ് പോവും, ഡബിൾ മീനിങ്ലെസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ 4-5 സിറ്റിംഗ് ഒമറും ഞാനായിട്ട് ഇരിക്കുമ്പോഴും ഒക്കെ എനിക്കത് തോന്നിയില്ല. എനിക്ക് നല്ല വൈബ് കിട്ടിയത്. കാരണം ഞാൻ നിങ്ങളെ ഫേസ് ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. സോ എനിക്കെന്തോ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. പക്ഷേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഈ സെറ്റിൽ എത്തിയിട്ട് എന്തായിരിക്കും സ്വഭാവം എന്നറിയില്ല. കാരണം പലരും നല്ലതായിട്ട് അഭിനയിക്കും നമ്മുടെ മുമ്പിൽ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഐ ആം ദ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൊപ്പിയിടും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. സോ ആ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, ധ്രുവങ്ങൾ 16. അതും ഇതേപോലെ 3 മാസം എടുത്ത് എനിക്ക് യെസ് പറയാൻ. പക്ഷെ കാരണം ഇവർക്ക് കുട്ടികളാണ്, ഇവർ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. ഇവർ ഓൾറെഡി എന്തോ ഈ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത് ഞാൻ എപ്പോഴും ഇല്ലില്ല പോലീസ് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എന്നെ കൺവിൻസ് ചെയ്തു. എന്നിട്ട് ഞാൻ ക്യാരക്ടറുടെ കഥേൻ്റെ ചെറിയ ഗ്രാഫ് മാറ്റി, ഇത് മാറ്റിയൊക്കെ. ഈ പടം ഔട്ടായി വന്നപ്പോൾ ഞാനാണ് ഫസ്റ്റ് കാണുന്നത്. എന്നെ കാണിച്ചപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര ഭംഗിയായിട്ട് വന്നു ആ സിനിമ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആ പ്രിവ്യൂ തിയേറ്ററിൽ നിന്ന് കാണുക. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് പോയി അവനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച് എന്തിന് ഇത്രയും ഉള്ള സീനിയർ ഇവനിപ്പോൾ വന്ന് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചാൽ പിന്നെ എൻ്റെ ഇത് ഗമ പോവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇടയ്ക്ക് സത്യം അത് സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അതൊക്കെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ അങ്ങനെ പോയി അവനെ കെട്ടിപ്പിടിച്ചു. കാരണം ഇതുവരെ ഞാൻ ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ബിക്കോസ് ഓഫ് ഹിസ് വർക്ക്, അവൻ്റെ വർക്ക്. അതാണ് ഞാൻ ഒമർ നമ്മൾ ഡബിങ്ങിൻ്റെ സമയത്തും ഒരുപാട് തവണ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ കാരണം എൻ്റെ മനസ്സ് തൊട്ടു. അല്ല, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം അത്. കാരണം ഞാൻ എന്നിട്ട് ആ ഒരു ഫീലിംഗ് ആണ് ധ്രുവങ്ങൾ എനിക്കുണ്ടായ ഫീലിംഗ് ആണ്. എനിക്കറിയാം ആ സിനിമ ഒരാളും എടുക്കുന്നുണ്ടായിരുന്നില്ല, പ്രൊഡ്യൂസേഴ്സൊക്കെ. കാരണം അത് ഞാൻ മാത്രമുള്ള നോൺ ഫേസ്, ബാക്കിയൊക്കെ പുതുമുകളായിരുന്നു. പക്ഷെ ആ പടം അന്നത്തെ വലിയ ഹിറ്റായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് ആണ് ഈ സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത്. സാർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം അത് സാർ എന്നും അത് കീപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.